യുവജനങ്ങൾ തിരഞ്ഞെടുപ്പുകളോട് മുഖം തിരിക്കുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം 54% ഉയരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവജനങ്ങളുടെ രാഷ്ട്രീയ വിമുഖത തെരഞ്ഞെടുപ്പുകളിൽ പ്രകടമാണെന്നും ഇതിനെ അഭിമുഖീകരിക്കാൻ ഫലപ്രദമായ നടപടികൾ ആലോചിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടെടുപ്പിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നതിനും ബോധവൽക്കരണത്തിനുമായി ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള ആലോചനയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വനിതാ സംവരണ മണ്ഡലങ്ങൾ സംബന്ധിച്ച് അന്തിമ തീരുമാനം വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ച് പരാതികൾ പരിഹരിച്ച ശേഷം മാത്രമേ എടുക്കൂ. ജില്ലാ കളക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാകും ഇക്കാര്യത്തിൽ തീരുമാനം. 10 വാർഡുള്ള ഒരു പഞ്ചായത്തിൽ 5 വാർഡുകൾ വനിതാ സംവരണമായിരിക്കും. ജനറൽ വനിത, SC വനിത, ST വനിത എന്നിവ ഉൾപ്പെടുത്തിയാണ് 54% സംവരണം നടപ്പാക്കുന്നത്. ഷാജഹാൻ വിശദീകരിച്ചു. ഇതിനു പുറമെ SC ST പ്രത്യേക സംവരണവും ഉണ്ടാകും. ത്രിതല പഞ്ചായത്തുകളിൽ വനിതാ സംവരണ വാർഡുകൾ നിശ്ചയിക്കേണ്ടത് ജില്ലാ കളക്ടർമാരാണ്. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും ജോയിന്റ് ഡയറക്ടർമാർ സംവരണ വാർഡുകൾ തീരുമാനിച്ച് കമ്മീഷനെ അറിയിക്കും. ഒരു വാർഡ് തുടർച്ചയായി 2 തവണ വനിതാ സംവരണമായിരുന്നെങ്കിൽ സാധാരണഗതിയിൽ അടുത്ത തവണ സംവരണം ഒഴിവാക്കും. എന്നാൽ അനിവാര്യ സാഹചര്യങ്ങളിൽ 3ാം തവണയും സംവരണം തുടരേണ്ടി വന്നേക്കാം. തദ്ദേശ വാർഡുകളുടെ അതിർത്തി ഡിജിറ്റൽ ഭൂപടം ഉപയോഗിച്ചാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇതിൽ മാറ്റമുണ്ടാകില്ല. നിലവിലെ വോട്ടർ പട്ടികയിൽ വീട്ടുനമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുൻപ് 1500 വോട്ടർമാർക്ക് 2 ബൂത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം 1 ബൂത്ത് മാത്രമാണ് ഉണ്ടാവുക. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നതിനെക്കുറിച്ച് ചില പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ നിയമസഭാ വോട്ടർ പട്ടിക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റേതല്ല, കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച BLOമാർ തയ്യാറാക്കുന്നതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടിക EROമാർ തയ്യാറാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ കഴിയാതിരുന്നതിന്റെ പരാതിയിൽ ഒരു തദ്ദേശ സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചതായും കമ്മീഷണർ വെളിപ്പെടുത്തി. നിയമസഭാ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് ഒരേ വോട്ടർ കാർഡ് ഉപയോഗിക്കുന്നത് ശ്രമകരമാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് വോട്ടർ കാർഡ് നടപ്പാക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇതിനായി കാർഡിൽ യൂട്ടിലിറ്റി സംവിധാനം ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഇരട്ട വോട്ടുകൾ കണ്ടെത്താൻ നിലവിൽ സംവിധാനമില്ല. ഒരേ വാർഡിലെ ഇരട്ട വോട്ടുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് കണ്ടെത്താനാകും. എന്നാൽ വ്യത്യസ്ത വാർഡുകളിലെ ഇരട്ട വോട്ടുകൾ കണ്ടെത്തുക പ്രയാസകരമാണ്. ഇത് കണ്ടെത്തിയാൽ കർശന നടപടി സ്വീകരിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ 21 മുൻപ് നടത്തണം. ക്രിസ്മസ് പരീക്ഷകൾ എന്നിവ കണക്കിലെടുത്ത് തെരഞ്ഞെടുപ്പ് ഷെഡ്യൂൾ തയ്യാറാക്കും. ഉദ്യോഗസ്ഥരുടെ ലഭ്യതയും കാലാവസ്ഥയും പരിഗണിക്കുമെന്നും കമ്മീഷണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.